ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ സൽക്കാരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാരും കട്ട വെയിറ്റിങ്ങിലാണെന്ന് എനിക്കറിയാം. ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ, ഇന്ന് വീഡിയോ ഇടൂലേ, ബാക്കി വിശേഷങ്ങളൊക്കെ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ചോറിനലും പാത്രം കഴുകലും എല്ലേതും കഴിഞ്ഞപ്പോഴേക്കും 2 മണിയൊക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ പുറത്ത് തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നമ്മൾ അടുപ്പ് ആദ്യം തന്നെ ഉള്ളതാണ്. ഈ ഒരു അടുപ്പിലാണ് നമ്മൾ പായസം വെക്കലുള്ളത്. അപ്പോൾ അച്ഛന്ന് വന്നപ്പോൾ ഈ ഒരു അടുപ്പ് അടി കുഴിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം അത്ര കുഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കത്തിക്കാൻ നല്ല സുഖമുണ്ട്. അപ്പോൾ ഇവിടുത്തെ അമ്മയ്ക്കാണെങ്കിൽ അടുപ്പ് കത്തിക്കാൻ എളുപ്പമാണ് കേട്ടോ. അമ്മ തന്നെയാണ് മിക്ക ദിവസങ്ങളിലും പായസത്തിനും എനിക്ക് തീ കത്തിച്ച് തരലുള്ളത്. അപ്പം ഇന്നും അമ്മ തന്നെയാണ് തീ കൂട്ടിയത്. ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ തീ കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അമ്മ തീ കത്തിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഉരുളി കൊണ്ടുവന്നിരുന്നല്ലോ. അപ്പോൾ അതിൽ സൺഫ്ലവർ ഓയിലില്ലേ, അതൊരു ലിറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അതേപോലെ നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കണില്ല കേട്ടോ. മക്കളിങ്ങനെ എടുത്ത് തന്നിട്ട് വേണ്ടേ. ഞാനാണെങ്കിൽ ഇതിനൊക്കെ നിൽക്കുമ്പോൾ വീഡിയോ എടുക്കൽ ഇതും കൂടി ഒന്നും നടക്കണില്ല. ഒരുക്കാണെങ്കിൽ എല്ലാവരും ഉണ്ടാവുമ്പോൾ കളിക്കണം എന്നുള്ള ഒരു ചിന്തയല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കണം കേട്ടോ. ചിലപ്പോൾ കുറേ സമയം ഇങ്ങനെ എടുത്തരും, ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പോക്കാണ്. അപ്പം നമ്മൾ ആ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരിയിട്ടുള്ള ആ ഓയിലിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതാക്കണ ചിക്കനൊക്കെ കഴുകി നമ്മൾ വെള്ളമൊക്കെ വാർന്ന് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മസാല തേച്ച് വെച്ചിരുന്നു കേട്ടോ. രാവിലെ കൊണ്ടുവന്ന ചിക്കനല്ലേ. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും അതൊക്കെ പിടിച്ചിട്ടുണ്ട്. കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കളർ ചേർക്കണവരൊക്കെ ഉണ്ട്, നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആ ഓയിലിൽ തന്നെ നമ്മൾ ചിക്കൻ കുറേശ്ശെ ഇട്ടിട്ട് വറുത്ത് കോരുകയാണ്. അപ്പോൾ ഇതാക്കണേ വറുത്ത് കോരി കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉരുളി ആവുകൊണ്ട് നല്ല സുഖമുണ്ട് കേട്ടോ ഇതിൽ ചിക്കൻ വറക്കാൻ. പെട്ടെന്ന് പരിപാടികൾ തീരുന്നുണ്ട്. നമ്മൾ അകത്താണെങ്കിൽ ഇതൊന്നും നടക്കൂല കേട്ടോ. അതുപോലെ ചീനച്ചട്ടിയിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇത്ര വേഗം വറുത്ത് കോരാൻ പറ്റൂല. പിന്നെ ഇത് വറുത്ത് കോരുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം കറിവേപ്പില ചേർത്ത് കൊടുത്തിരുന്നേ. അപ്പോൾ ഏകദേശം ഒരു 9.5 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വറുത്ത് കോരി കഴിയുമ്പോൾ നമുക്ക് തോന്നും തീരെ ഇല്ല എന്നുള്ളത്. ഇനിയിപ്പോൾ മസാലയൊക്കെ ആയി കഴിയുമ്പോൾ നല്ലോണം ഉണ്ടാവും കേട്ടോ. പിന്നെ അടുപ്പത്ത് നമ്മൾ വലിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉരുളിയും വലിയ ചെമ്പും വീട്ടിൽ നിന്ന് കൊണ്ടതാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കൂട്ടുകാർ കണ്ടില്ലേ. അപ്പോൾ ഇതിൽ ബിരിയാണി വെക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള ഒരു ചെമ്പാണ്. നമ്മളിവിടെ ബിരിയാണി ചെമ്പുണ്ട്, പക്ഷേങ്കിൽ അതിനത്ര കട്ടി പോരാ. ബിരിയാണി ചെമ്പാണ്, അടി കട്ടി പോരാ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തും അതുപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ സവോള ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഏകദേശം 2 കിലോ സവോള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം ഇതാക്കണം 1 കിലോ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാക്കണ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിരുന്നു. അതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ ചട്ടുക ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ മരത്തിൻ്റെ ചട്ടുക എൻ്റെ അടുത്ത് ഉണ്ട്, പക്ഷേങ്കിൽ അത് നമ്മൾ പായസം ഇളക്കാൻ എടുക്കുകൊണ്ടേ അതിപ്പോൾ ഇതിനൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ അമ്മ ഇതാക്കണ ഇതിലേക്ക് കുറച്ചധികം ഉപ്പ് ചേർത്ത് തന്നിട്ടുണ്ട്. ഈ ഒരു മസാലയ്ക്ക് വേണ്ട ഉപ്പാണ്ട് ചേർത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ പൊടികളായിട്ട് ഇതാക്കണേ മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മല്ലിപ്പൊടി, ഒരിത്തിരി മുളക് പൊടി, അത് കുറേശ്ശെ ചേർക്കണുള്ളൂ. ഇനിയിപ്പോൾ അത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടിയും കുരുമുളകും പച്ചമുളകും മാത്രം എരിവിന് ചേർത്താൽ മതി കേട്ടോ. മല്ലിപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല, മുളക് പൊടിയൊന്നും ചേർക്കണ്ട. പക്ഷേ നമ്മളൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയും മുളകും മഞ്ഞളും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു പാക്കറ്റ് 500-ൻ്റെ ഒരു പാക്കറ്റ് തൈരും കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ മല്ലിയിലയും പുതിനയിലയും അതും അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ബിരിയാണി മസാല, നമ്മൾ ബിരിയാണിക്ക് എടുക്കണ എല്ലാതും കൂടി നമ്മളെ വീട്ടിൽ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാക്കണേ അവസാനമായിട്ട് കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം നമുക്ക് എരിവ് വേണോ അതിന് നമ്മൾ പച്ചമുളകും കുരുമുളകും ആണ് കേട്ടോ കൂടുതലായിട്ടും ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. മുളക് പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ, മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. എന്നാലും എന്തോ ഒരു സമാധാനക്കേട്, അപ്പോൾ കുറച്ചിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മസാലയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളെ ചിക്കൻ ചേർത്തിട്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ 2 നാരങ്ങേൻ്റെ ജ്യൂസും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ വറുത്തതാവുകൊണ്ട് നമുക്ക് വേവിൻ്റെ പ്രശ്നമൊന്നും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. വറുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു ടെൻഷനും വേണ്ട. ഇനിയിപ്പോൾ വറക്കാതെ വെക്കുകയാണെങ്കിലും നമ്മൾ വെച്ച് പരിചയം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ട് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിങ്ങനെ റിസ്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മസാലയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടുത്തെ ബിരിയാണി ചെമ്പിൽ അമ്മ വെള്ളം വെച്ചിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ തിളയ്ക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരിത്തിരി ഓയിലും അതേപോലെ തന്നെ 2 നാരങ്ങേൻ്റെ ജ്യൂസും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്ത് നോക്കുകൊണ്ടു.
അപ്പോൾ വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടാണ് അമ്മ അരി ഇട്ട് കൊടുക്കണത്. പിന്നെ ചില ആൾക്കാർ നെയ്ച്ചോറ് പോലെ വെച്ചിട്ട് നമ്മളെ ആ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെയ്ച്ചോറിന് എന്തൊക്കെയാണ് ഇടുക അതൊക്കെ ഈ വെള്ളത്തിലിട്ടിട്ട് വറ്റിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ പണ്ടേ ഇങ്ങനെയാണ് ബിരിയാണി വെക്കാൻ എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇപ്പോഴും ഞാൻ ബിരിയാണി വെക്കലുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ എല്ലാവരും ഈ ഒരു ചിക്കൻ്റെ മുകളിൽ തുണി വിരിക്കും, അല്ലെങ്കിൽ ഒന്നും വിരിക്കാതെ ഇലയൊന്നും വെക്കാതെ അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കലുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വാഴേൻ്റെ ഇല ഇട്ട് കൊടുക്കും, അതിൻ്റെ മുകളിലേക്ക് നെയ്യ്, അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി, അതേപോലെ സവോള, പിന്നെ നമ്മൾ മല്ലിയില, പുതിനയില, അതുപോലെ ബിരിയാണീൻ്റെ മസാല എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതിങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള കുറച്ച് ഓയിലും അവിടെ എടുത്ത് വെച്ചിരുന്നു, അതും ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യും അതെല്ലാം കൂടി അങ്ങനെ ലെയർ 2, 3, 4 ലെയർ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. ഇപ്പം എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ലെയറൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പം ഞാനിവിടെ എന്തായാലും 2, 3 ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തതും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊക്കെ ചേർക്കണം കേട്ടോ. ബിരിയാണി മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 3 ലെയറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് കുറച്ചുകൂടി നെയ്യുണ്ടായിരുന്നു, അതും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതങ്ങനെ കുറച്ച് ആ ഉള്ളി ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മസാല ഒന്നിച്ചങ്ങോട്ട് മിക്സ് ആക്കിയതാണ് ഞാൻ. എന്നാൽ പിന്നെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യണ്ടല്ലോ. അപ്പം അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലരെന്താ പറയുക ചെയ്യുക, ഇതിൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ ചിക്കൻ്റെ മഞ്ഞ കളർ നമ്മളെ ചോറിന് കിട്ടും കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് കൂട്ടുകാർക്ക് കാണാമല്ലോ. അപ്പോൾ ഇതാക്കണം നമ്മൾ ദമ്മിടാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർ ഈ മൈദയും കൊണ്ട് അരിയൊക്കെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ അടച്ച് വെക്കും. അങ്ങനെ ചെയ്യണമെന്ന് നല്ലതാണ്. ആവി ഒട്ടും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കനലിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ എന്തായാലും ആ ഒരു തിളച്ച വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, കഞ്ഞിവെള്ളം, നമ്മൾ ആ ഒരു ചോറ് ഊറ്റിയെടുത്തിട്ടുള്ള. അപ്പം അത് ആ മുകളിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ 2 അടപ്പ് കൊണ്ട് അടച്ചിട്ടുണ്ട്, ഒട്ടും എയറൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു പിടി ഓലക്കൊടി വെച്ചിട്ട് ഒന്നണ്ട് ആളിച്ച് കത്തിക്കും. അതിനുശേഷം 2-3 മണിക്കൂർ അവിടെ ആ കനലിൻ്റെ മുകളിൽ അങ്ങനെ വെക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ബിരിയാണിയൊക്കെ സെറ്റ് ആയിക്കോളും. ചിക്കനൊക്കെ ആദ്യം തന്നെ വെന്തതല്ലേ. പിന്നെ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ തറവാട്ടിൽ നിന്ന് അമ്മായിയും ചെറിയമ്മയൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ ചേച്ചി ഉണ്ടല്ലോ. അപ്പോൾ ഓരെല്ലാവരും കൂടി ഇവിടെ വെച്ചിട്ട് തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആകുമ്പോൾ അതൊരു സുഖമാണ് കേട്ടോ. ഓരോരുത്തർ ഓരോ പണികൾ എടുക്കുമ്പോൾ ഒരാൾക്ക് തന്നെ ആ ഒരു റിസ്ക് ഉണ്ടാവില്ലല്ലോ. നല്ല രസമാണ്, എല്ലാവരും കൂടി എടുക്കുമ്പോൾ അതൊരു രസമാണ്. അപ്പോൾ ഓരെല്ലാവരും കൂടിയും വർത്താനൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പാത്രം കഴുകലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഇതാ നമ്മളെ കണ്ണൻകുട്ടി, അതായത് ചെറിയമ്മേൻ്റെ കുട്ടിയാണ് കേട്ടോ. പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കണ്ണൻകുട്ടി ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. നല്ല കുട്ടിയാണ് കേട്ടോ കണ്ണൻകുട്ടി. അങ്ങനത്തെ ഒരു വാശിയും കുറുമ്പൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. അപ്പോൾ നന്ദുവിൻ്റെ വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ വണ്ടി എടുത്തു കൊടുത്തതാണ്. അപ്പോൾ ഓൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ അതാ ആ ദമ്മിൽ വെച്ചിരുന്ന ആ ഒരു ബിരിയാണി നമ്മൾ ഒന്നങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പത്ത് നമ്മൾ ബീഫ് റോസ്റ്റും കൂടി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ബിരിയാണി ഇങ്ങോട്ട് തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതിന് വേറെ ഒന്ന് അടുപ്പ് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണത്. അപ്പോൾ നമ്മൾ ആ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഉരുളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. വേറെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് ചെറിയ ഉള്ളി നന്നായിട്ട് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ റെസിപ്പി പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ സൽക്കാരം നടത്തിയ ഒരു സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയും ഉണക്കമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും നാളികേരക്കൊത്തും പിന്നെ വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളെ ബീഫ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരിത്തിരി ഉലുവയും ചേർത്തിട്ടായിരുന്നു ഞാൻ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചിരുന്നു, ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റായിട്ട് കുറച്ചധികം കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് വലിയ ജീരകമല്ലേ, പെരുംജീരകം, അത് ചതച്ച് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. അതും കൂടി എന്തായാലും ചേർത്ത് കൊടുക്കണം, ബീഫിൽ നിർബന്ധമാണ് കേട്ടോ, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി ആ മസാല കൈമയ്ക്ക് പിടിപ്പിച്ച് ഇതാക്കണം. ഈ ഒരു കോലത്തിൽ അങ്ങോട്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ നമ്മളെ പിന്നെ ഉരുളിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. പരന്നിട്ടുള്ള പാത്രമാണ് നമുക്ക് നല്ലതെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ.
പിന്നെ ഇതാ ഇവിടെ ഗ്യാസമ്മ 2 ചട്ടിയൊക്കെ വെച്ചിട്ട് അമ്മ വെള്ളയപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളയപ്പത്തിന് നമ്മൾ ഒരുപാട് പ്രാവശ്യം അങ്ങനത്തെ റെസിപ്പി കാണിച്ചതാണ്. രാവിലെ പച്ചരിയും അതുപോലെ ചോറും നാളികേരവും ഈസ്റ്റും ഉപ്പും പഞ്ചസാരയും എല്ലാം ഇട്ട് വെച്ചിട്ട് അതിങ്ങനെ പതഞ്ഞു വരും. ഉച്ച കഴിയുമ്പോഴേക്കും ഒരു 3-3:30ക്കാണ് ഇത് ആട്ടി വെച്ചത്. 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. നല്ല അപ്പായി കിട്ടും. നമ്മൾ കപ്പി കാച്ചെടുക്കേണ്ട അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും വരൂല. അപ്പോൾ അതവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ 4 മണിക്ക് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് അവിലും വെള്ളമാണ് ഉണ്ടാക്കിയത് കേട്ടോ. മിന്നു പഴവും അവിലും അതേപോലെ നാളികേരമൊക്കെ ചിരകിയിട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടോളം അവിലും വെള്ളം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പണി കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഒരുക്കൊക്കെ ഉള്ളതാണെങ്കിൽ അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേനൽ സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഏറ്റവും നല്ലത് തണുപ്പുള്ള സാധനങ്ങൾ കുടിക്കുകയാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കണമെന്നല്ല, നമ്മൾ അവിലൊക്കെ നല്ലതാണ് കേട്ടോ. അവിലും പഴമൊക്കെ അങ്ങനെ കലക്കിയിട്ട് വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലതാണ്, ശരീരത്തിന് നല്ല തണുപ്പ് ഉണ്ടാവും. പിന്നെ അതാ രാത്രി ഒരു 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ദമ്മ് പൊട്ടിച്ചെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അപ്പം അനിയനെ വിളിച്ചോട്ടോ. ഓനാണ് ഇതൊക്കെ പൊട്ടിക്കാൻ നല്ലത്. അപ്പോൾ ഓനൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാകണേ നമ്മളെ മഞ്ഞ കളർ ഉണ്ടാവില്ല എന്നുള്ള പേടി ആർക്കും വേണ്ട കേട്ടോ. ചിക്കനിൽ നല്ലോണം ആവി കയറിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയി കിട്ടും. വെള്ളയും മഞ്ഞയൊക്കെ ആയിട്ട് നമ്മളെ ചോറ് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് വേറൊരു പാത്രത്തേക്കാണ് നമ്മൾ ചോറ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ വാഴേൻ്റെ ഇല വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കനല്ലാത്ത തുണി വേണമെങ്കിൽ വിരിക്കുക. ഇല്ലെങ്കിൽ ആ ചിക്കൻ്റെ മുകളിലേക്ക് നേരിട്ട് തന്നെ നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേങ്കിൽ ആ ഒരു സമയം ഉണ്ടാകുമ്പോൾ വേഗം പോയിട്ട് ഒരു ഇല വെട്ടിക്കൊണ്ടും. പിന്നെ അതിൻ്റെ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും അരിയൊക്കെ നല്ല അരിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കിത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട് ഒന്നൊന്നേ തൊടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പല റേറ്റിലുള്ള അരികളുണ്ട്. അപ്പോൾ ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ഒരു 80 രൂപേൻ്റെ ഒക്കെ അരിയായിരുന്നു കേട്ടോ. നല്ല അരി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേര് സത്യത്തിൽ ഞാൻ മറന്നു പോയിട്ട്. എപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഞങ്ങൾ പണ്ട് ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ഞാനും അമ്മയും കൂടിയും ബിരിയാണി ഉണ്ടാക്കിയതാണ് എൻ്റെ ഓർമ്മ വരിക കേട്ടോ. അന്ന് വേറിപ്പോയി, ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആ ഒരു സമയത്താണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ കുട്ടിയച്ചുണ്ട്, ചെറിയമ്മ ഉണ്ട്, അമ്മ ഉണ്ട്. കുട്ടിയച്ച നല്ല വെപ്പുകാരനാണ് കേട്ടോ. വെക്കാനൊക്കെ പോണ ആളാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയച്ച അത് നേരിട്ട് തന്നെ പറയൂ കേട്ടോ. അമ്മ അവിടെ എന്തോ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അനിയൻ വന്നിട്ടുണ്ട്, ഓന് പണി ഉണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ എന്തോ പൈനാപ്പിൾ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് അടിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ ആര് വന്നപ്പോഴേക്കും അറിയില്ല, ചെറിയ അനിയനാ വലിയ അനിയനാന്ന് അറിയില്ല, ഒരു ലോഡ് ഐസൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മളെ കണ്ണൻകുട്ടിയൊക്കെ ഇരുന്ന് തിന്നണ കണ്ടില്ലേ. അമ്മ ചൂടാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. തണുപ്പിനോ ചൂട് എന്നാ പറയുക. പിന്നെ എല്ലാവരെയും അമ്മ അമ്മ എന്നാണ് കൂടുതലായിട്ടും വിളിക്കുക. അപ്പോൾ ഇവിടെ എല്ലാവരും കളിക്കണം തിന്നണം അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഐസ് ഇഷ്ടമല്ലാത്ത ആരും ഇല്ല കേട്ടോ ഇവിടെ. ഞാനൊക്കെ ഐസിൻ്റെ മരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സിപ്പപ്പ് എന്ന് പറഞ്ഞാൽ. കോലൈസും ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. ഐസ്ക്രീമിനേക്കാളും കൂടുതലും ഇഷ്ടം ഈ ഒരു കൂടൈസിനോടാണ്. പിന്നെ അതാ പുറത്ത് ചേച്ചിയും അതേപോലെ അമ്മായിയും അച്ഛയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛ ഫോണിലാണ്, അമ്മായിയും ചേച്ചിയും കൂടി വർത്താനത്തിലാണ്. അപ്പോൾ ഒരിക്കൽ ഐസ് കൊണ്ടു കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറയുമായിരുന്നു. അപ്പോൾ ചിക്കു എന്ന് പറയുന്ന ഒരു ഐസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതല്ലേ എനിക്ക് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അമ്മായിക്ക് തീരെയും വേണ്ട. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അപ്പോൾ അമ്മ അതാക്കണ ഇവിടെ ജ്യൂസൊക്കെ ഉണ്ടാക്കണുണ്ട്. ഓന് പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്നായാലും ഒരു തണുപ്പ് വേണം കേട്ടോ എപ്പോഴായാലും. പിന്നെ അപ്പം മിക്ക ദിവസങ്ങളിലും വീട്ടിൽ ജ്യൂസാണ് ഉണ്ടാക്കി കൊടുക്കൽ. അപ്പോൾ ഇന്ന് എല്ലാവരും ഇവിടെ ഇരുന്നില്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മ വേഗം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ബിരിയാണീൻ്റെ ചോറും ചിക്കനും ഒക്കെ വേറെ വേറെ ആക്കിയിട്ട് അനിയനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാക്കണ ഇവിടെ മിന്നു ഫ്രൂട്ട്സ് എന്തൊക്കെയോ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് നമുക്ക് അതും വേണ്ടേ. അപ്പോൾ ഏട്ടൻ കുറച്ച് ലേറ്റായിട്ടാണ് പണി കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ഏട്ടൻ വന്ന പാടെ കുളിക്കാനൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ അങ്ങനെ അടച്ച് വെച്ച് ടേസ്റ്റ് ഒന്നും നോക്കിയിരുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാൻ കൊടുക്കിയിരുന്നു കേട്ടോ. ഓരോ കഷ്ണം എടുത്തിട്ട് പിന്നെ ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ എടുത്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. പിന്നെ പുറത്തന്നെ വെച്ചു, കനം കയറ്റി വെച്ചിട്ട് പൂച്ചയൊന്നും തട്ടൂല കേട്ടോ. പിന്നെ എല്ലാവരും അടുക്കളയിൽ തന്നെ അല്ലേ. പിന്നെ അടുക്കളയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീരെ സ്ഥലം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ആ മേശയമ്മ വെച്ചത്. അപ്പോൾ ചെറിയമ്മ ഇതാക്കണേ ഏട്ടൻ വന്നപ്പോൾ കുറച്ച് പൈനാപ്പിളും കൂടിയും കൊണ്ടുവന്നിരുന്നു. അതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. മുന്തിരി ഉണ്ട്, അത് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് വേണമല്ലോ നമ്മൾ സൽക്കാരങ്ങൾക്കൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ ഓരോരുത്തർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞങ്ങളെ കുളിക്കലും മേലെടുക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീടൊക്കെ വൃത്തിയാക്കിയിട്ടു. പിന്നെ അതാകണ ഒരു 8 മണി 8:30 ആയിട്ടുണ്ട് തോന്നുന്നു ഒരു വന്നപ്പോട്ടോ. മിന്നുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. കാര്യമായിട്ട് നമ്മൾ ഓരെയാണ് സൽക്കാരം കൂട്ടണം കേട്ടോ. മിന്നുവിനെയും അനിയനെയും അത്ര വലിയ സൽക്കാരം കൂട്ടണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ ഒരുപാട് തവണ കല്യാണത്തിൻ്റെ മുന്നേയും കല്യാണം കഴിഞ്ഞിട്ടും ഓര് ഇവിടെ ഫുഡൊക്കെ കഴിച്ചതാണ്.
അപ്പൊ ഇവരെ മിന്നുവിന്റെ വീട്ടുകാരെയാണ് കേട്ടോ സത്യത്തിലൊന്ന് സൽക്കാരം കൂട്ടുന്നത്. അപ്പോൾ ഓള് രാവിലെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ അവളോട് അതിന്റെ ഇടയ്ക്ക് പറയായിരുന്നു കേട്ടോ, വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വാ, സൽക്കാരത്തിന് എങ്ങനെയാണോ വരുന്നത് അതേപോലെ ബേക്കറി ഒക്കെ ആയിട്ട് വരണം എന്നൊക്കെ അവളോട് പറയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പോകൂല എന്നൊക്കെ പറയുന്നുണ്ടേന്ന് ഓള്. അപ്പൊ മിന്നുവിന്റെ ഒരു അനിയനാണത്, ഒരാളും കൂടി ഉണ്ട്. അപ്പൊ മിന്നുവിന്റെ അച്ഛന് കടയാണ് കേട്ടോ, പലചരക്ക് കടയാണേ. അപ്പോൾ ഒരു പോകുന്ന സമയത്ത് കട അടച്ചിട്ടില്ല. അപ്പോൾ ഒരനിയൻ കടയൊക്കെ അടച്ചിട്ട് ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴേക്കും വരുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മക്കളാണ്, പല വീഡിയോസിലും ഞാൻ പറഞ്ഞതാണ്. വീണ്ടും വീണ്ടും പുതിയ കൂട്ടുകാരൊക്കെ ചോദിക്കണതല്ലേ, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അനിയന്മാർ രണ്ടാളും ഇരട്ട കുട്ടികളാണ്. മിന്നുവാണ് വലിയ കുട്ടി കേട്ടോ. അപ്പോൾ അവരൊക്കെ പഠിക്കുകയാണ്. പിന്നെ അച്ഛമ്മയും അമ്മയും അച്ഛനും അനിയനും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടുത്തെ ഏട്ടനും അതേപോലെ സച്ചുമോനും പാറും ശ്രീകുട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീകുട്ടം ചേച്ചിയുടെ കുട്ടിയല്ല കേട്ടോ, ഇത് സച്ചുമോന്റെ കുട്ടിയച്ഛൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്ത് പറഞ്ഞാലല്ലേ കൂട്ടുകാർക്ക് മനസ്സിലാവുള്ളൂ. എപ്പോഴും ചേച്ചിക്ക് 2 മക്കളാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ 3 കാണുമ്പോൾ ആരാണാവോ എന്ന് വിചാരിക്കൂലേ. അപ്പം അങ്ങനെ ഒരുക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഓരോരുത്തർ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആദ്യം വന്ന സമയത്ത് എല്ലാവരും ഓരോരുത്തർ അങ്ങനെ വർത്താനം പറയല്ലേ. അപ്പോൾ കണ്ണനാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ വീഡിയോസ് എടുക്കും കേട്ടോ. അല്ലാതെ മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കൽ നടക്കൂലല്ലോ, നമ്മളെ വീട്ടിൽ വല്ല പരിപാടിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇതാക്കണേ ഞങ്ങളിവിടെ അടുക്കളയിലും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ വഴിക്ക് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആവണുള്ളൂ. വന്ന സമയത്ത് കുറച്ച് നേരം എല്ലാവരും ഒന്ന് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുമല്ലോ. പിന്നെ അതാ ഫുഡ് വിളമ്പല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് വിളമ്പാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അച്ഛമ്മ കുറേ നേരമായി എല്ലാവരോടും വർത്താനം പറയുന്നു കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുമ്പോഴല്ലേ. അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവുകൊണ്ട് പിന്നെ നമ്മളെല്ലാവരും മേശയം ഇരിക്കും കേട്ടോ. ഇങ്ങനെ വല്ല പ്രത്യേകതയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു മേശയം ഇരിക്കലുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഒരു തോന്നലാണ് കേട്ടോ, ഓരോരുത്തർക്കും ഓരോ തോന്നലാണ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് സെറ്റിയിലും സിറ്റ് ഔട്ടിലും അങ്ങനെയൊക്കെ നിലത്തും അങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുന്നതാണ് കൂടുതലും ഇഷ്ടം. പക്ഷേ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ അത് നടക്കൂലല്ലോ. അപ്പോൾ എല്ലാവരും ഇതാ ഫുഡ് വിളമ്പലും കൊണ്ടയ്ക്കലൊക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. ഞാനാണെങ്കിൽ അവിടെ അടുക്കളയിൽ നിന്ന് ഓരോ സംഭവങ്ങളും എടുത്തു കൊടുക്കണ ആ ഒരു തിരക്കിലാണ്. അപ്പോൾ ക്യാമറ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കിയ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ഉണ്ട്, അതുപോലെ വെള്ളയപ്പം, അതിക്കൊരു ചിക്കൻ കറി ഉണ്ട്, പിന്നെ ബീഫ് റോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മിന്നുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് ബീഫ് എന്നൊക്കെ പറഞ്ഞിട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സുണ്ടെന്ന് അറിയും കേട്ടോ. നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ വയറും മനസ്സൊക്കെ ഒരുപോലെ നിറയും. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്താൽ അതിന് ടേസ്റ്റ് ഉണ്ട് എന്ന് പറയണ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത്. പിന്നെ തെറ്റുകളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയണം കേട്ടോ, എന്നാലല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം തിരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ അത് തെറ്റുകളുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് തിരുത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറവുകളൊക്കെ പറഞ്ഞു തരണം. ഇവിടെ ഞാൻ പൊതുവെ എപ്പോഴും പറയണ കാര്യമല്ലേ, എല്ലാവരും പറയും കേട്ടോ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരും പറയും. പിന്നെ ഞാൻ കുറച്ച് പപ്പടം കാച്ചിയെടുത്തിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ കാരക്കച്ചാറുണ്ട്, സലാഡുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് നെയ്പ്പത്തലില്ലേ, ആ ഒരു സംഭവം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഈ ഒരു ചിക്കൻ ബിരിയാണിയും വെള്ളയപ്പൊക്കെ ഉണ്ടായപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊക്കെ കൂടി ആയിട്ടുണ്ടെങ്കിൽ തിന്നാൻ വേണ്ടി വരൂല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അച്ഛൻ കുറച്ച് പൂള കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതും വേണ്ട വിചാരിച്ചു. പിന്നെ കുറച്ച് തേങ്ങാച്ചോറ് വെച്ചിരുന്നു കേട്ടോ. അത് അനിയനെ വിചാരിച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. റേഷനരി ഇട്ടിട്ട് കുറച്ച് തേങ്ങാച്ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടവരൊക്കെ അതും കഴിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ അവരൊക്കെ ഇരുന്നിട്ട് അങ്ങനെ നീച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 2ാം ട്രിപ്പ് ഇതാക്കണേ ഓളെ അനിയൻ വന്നിട്ടുണ്ട് കേട്ടോ. കടയൊക്കെ അടച്ചിട്ട് ഒപ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ അനിയനെ കണ്ടില്ലേ, വന്നപ്പോൾ ഒരാളെ കണ്ടില്ലേ, ഇത് അടുത്ത ആളാണ് കേട്ടോ. ഇരട്ടകളാണെങ്കിലും ഇവർ ഒരേപോലെ ഒന്നല്ല കേട്ടോ, നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ 2 മേശയൊക്കെ ഇടുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയും അവിടെ ഫുഡ് കഴിക്കായിരുന്നു, ഒരുക്കും വേഗം പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇതാക്കണേ ഞങ്ങളും കൂടി ഉള്ളു ഇരിക്കാൻ. അമ്മമാർ 2ആളും ഞാനും ഏട്ടനും അതേപോലെ അനിയനും കൂടി ഇരിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും കൂടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛമ്മ ഞങ്ങൾ പോട്ടെ എന്നൊക്കെ വന്ന് പറയുകയാണ് കേട്ടോ. കുറേ നേരമായില്ലെങ്കിൽ വീട്ടിലേക്ക് പോട്ടെ എന്നൊക്കെ പറയുമായിരുന്നു. ഇനി അങ്ങോട്ട് വരാനൊക്കെയാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ അവിടെ ഇനി ഇതേപോലെ ഒന്ന് കൂടണം എന്ന് മിന്നുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. കുറേ ആയി പറയണ്. അപ്പോൾ എല്ലാവരും ഒഴിവുപോലെയും അവിടെ ഒരു സൽക്കാരം എല്ലാവരും കൂടിയിട്ട് നമുക്ക് നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മിന്നുവിൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, ഉണക്ക് എപ്പോഴാണ് ഒഴിവ് ഉണ്ടാകുക, അതോ പിന്നെ സ്കൂൾ അടച്ചിട്ട് മതിയോ, എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് മതിയോ, അതോ അതിൻ്റെ മുന്നേ നമുക്ക് പരിപാടി ഉണ്ടാക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയായിരുന്നു സ്കൂളൊക്കെ അടച്ചിട്ട് മതി, എന്നാൽ പിന്നെ എല്ലാവരും കൂടാലോ, അവിടെയും കുറേ കുടുംബക്കാരുണ്ട് കേട്ടോ, എല്ലാവരും കൂടാലോ, എല്ലാവരും ഒരുമിച്ച് കാണാലോ എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും യാത്ര പറയലാണ് കേട്ടോ. ഞങ്ങൾ പോട്ടയങ്ങളാക്കും പോലെ കഴിച്ചോളി എന്നൊക്കെ പറയുമായിരുന്നു.
അപ്പോൾ ഞാൻ പറയായിരുന്നു കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് പോവാന്ന്, അപ്പോൾ പിന്നെ വരാമെന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും നല്ലോണം ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ അതാ വണ്ടി കയറി ഓല് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു വന്നപ്പോൾ കുറേ കറുത്ത കൊണ്ടുവന്നിരുന്നു കേട്ടോ. പപ്പായല്ലേ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് മിന്നുവിൻ്റെ വീട്ടിൽ. അപ്പോൾ എപ്പോൾ പോകുമ്പോഴും ഓള് കൊണ്ടുവരലുണ്ട്, എനിക്കും തരലുണ്ട്. പക്ഷെ എനിക്ക് എപ്പോൾ കിട്ടുമ്പോഴും അത് പഴുത്തതാവും അല്ലെങ്കിൽ ചെനച്ചതാവും എന്തെങ്കിലും ആവട്ടെ. എനിക്കാണെങ്കിൽ ആ ഒരു ഉപ്പേരി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പം ഇന്നോളം അമ്മ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്, ചാക്കിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് എത്രയോ വേണ്ട വെച്ചെടുത്തിട്ട് ബാക്കി ഓൽക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെയാണ് മിന്നു അവിടെ പറയുന്നത്. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഏതായാലും ഓലയൊക്കെ വണ്ടിയിൽ കയറ്റി പിന്നെ കുറച്ച് ഫുഡൊക്കെ കൊടുത്തയച്ചു കേട്ടോ. അവിടെ അമ്മായി ഉണ്ട് മിന്നുവിൻ്റെ. അമ്മായിക്ക് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല, നമ്മളെ വീട്ടിൽ സൽക്കാരം നടത്തിയെന്ന് വന്നിരുന്നു. അപ്പം അമ്മായിക്കുള്ള ഫുഡുകളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ അതാക്കണേ ഒരു പോയ പിന്നാലെ തന്നെ ഏട്ടനും ചേച്ചിയും മക്കളും കൂടിയും പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പോണതിൻ്റെ തൊട്ട മുന്നേ ആയിട്ട് തന്നെ സച്ചമോനും ശ്രീകുട്ടനും കൂടിയും പോയിട്ടുണ്ട് കേട്ടോ. ഒരു വണ്ടിയും അങ്ങനെ പോയി. അപ്പം അതിൻ്റെ പിന്നാലെയാണ് ഇവരും പോണത്. അപ്പോൾ ഇവർ നേരത്തെ പോണത് ഏട്ടനെ പുലർച്ചെ വെട്ടാൻ പോണതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഏട്ടൻ ടൈലും പണിക്ക് പോണത്. അപ്പോൾ ഇവിടുത്തെ ഏട്ടനും ഒക്കെ ടൈൽസിൻ്റെ പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ വെട്ട് കഴിഞ്ഞ് വന്നിട്ടുമാണ് അതിന് പോവാൻ. അപ്പോൾ നേരത്തെ നീച്ചിട്ട് വെട്ടാൻ പോണതല്ലേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നാലും 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു പോകാൻ ഇറങ്ങിയപ്പോൾ. അങ്ങനെ ഓരും പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളെ പാറു രാവിലെ ഇന്ന് വരായിട്ട് ഒരൊച്ചയും വിളിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഓളുണ്ട് വരണം ശരിക്കും വീട് ഉണരാൻ വേണ്ടിയിട്ട്. നമ്മളെ അനുമോളൊക്കെ സൈലന്റ് ആണ്. പക്ഷെ പാറു അങ്ങനെയല്ല, എല്ലാവരോടും വർത്താനവും കൂട്ടൊക്കെ ആയിട്ട് നല്ലോണം തുള്ളി കളിച്ചുകൊണ്ടാണ്. അപ്പോൾ കണ്ടില്ലേ പോവാൻ സമയത്ത് എല്ലാവർക്കും ഉമ്മയൊക്കെ തരും കേട്ടോ. എല്ലാവരും പിടിച്ചിട്ട് എപ്പോഴായാലും എപ്പോൾ വന്ന് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. സച്ചമോ ഇപ്പോഴാണ് തരാതെ ആയത് കേട്ടോ. ഇപ്പോൾ കുറച്ച് വലിയതായില്ലേ, അതുകൊണ്ടാണ് തരാതെ ആയത്. അങ്ങനെ ഓരെന്തായാലും പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇവരും കൂടി പോവും. അപ്പോൾ ഞങ്ങളെ ചോറിനലും എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും പാത്രം കഴുകലാണ് കേട്ടോ. അമ്മായിയും ചെറിയമ്മയും അമ്മമാരെയും രണ്ടാളും എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീരുമാനമാവുമല്ലോ. അപ്പം ഞാനാണെങ്കിൽ ഓല ഏതായാലും പാത്രം കഴുകല്ലേ, അപ്പം ഞാനാണെങ്കിൽ ഫുഡുകളൊക്കെ ഒന്ന് തീരുമാനമാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ എല്ലാവർക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പോയപ്പോഴും കുറച്ച് കൊടുത്തയച്ചു. പിന്നെ നമ്മൾ അയൽവക്കത്തുള്ള വീട്ടിലേക്ക് കുറച്ച് കൊടുത്തയച്ചു. പിന്നെ അമ്മായിക്കും ചെറിയമ്മയ്ക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിലാക്കിയിരുന്നു. അമ്മായിൻ്റെ 2 മക്കളുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് വരാൻ പറ്റിയിട്ടില്ല. ഒരാൾ കളിക്കാൻ പോയതാണ്, ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓർക്കൊക്കെ ഉള്ള ഫുഡ് ഞാൻ പാത്രത്തിലാക്കിയിരുന്നു കേട്ടോ. അതുപോലെ വീട്ടിലേക്ക് ഇനി അമ്മയും അനിയനും മിന്നും എല്ലാവരും ഇപ്പോൾ പോയിട്ട് അച്ഛനൊക്കെ ഇപ്പോൾ പോവും. അപ്പോൾ ഓർക്ക് എല്ലാവർക്കും ഉള്ള ഫുഡുകൾ ഇങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിലാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണം നമ്മളെ കണ്ണൻകുട്ടി ഇതാക്കണം ഇവിടെ ഓരോ വിക്രസുകൾ കാട്ടുകയാണ് കേട്ടോ. സെറ്റീൻ്റെ വിരീൻ്റെ ഉള്ളിലാണ് ഓൻ കിടക്കണത്. ഓൻ്റേതായ ഓരോ വിക്രസുകൾ ഇങ്ങനെ കാണിക്കുകയാണ്. അത് കാണാനും നല്ല രസമാണ് കേട്ടോ. അമ്മായി പിന്നെ അവിടെ അടിച്ചു വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ ഇവിടെ പാത്രങ്ങൾ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മേൻ്റെ ഒരു ചീനച്ചട്ടി എനിക്ക് തന്നിരുന്നു കേട്ടോ. കട ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഒരു ചീനച്ചട്ടി ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി എനിക്ക് തന്നിരുന്നു. അപ്പോൾ അത് ഞാൻ അന്ന് പറയായിരുന്നു നിങ്ങൾ കൊണ്ടുപോയി കുളിക്ക്, ഇവിടെ ഇഷ്ടം പോലെ പാത്രം ഉണ്ട്, പാത്രം കൊണ്ട് തല്ലാണെന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓളടുത്ത് ചീനച്ചട്ടി കൊടുത്തപ്പോൾ എനിക്ക് വേണ്ടമ്മ ചീനച്ചട്ടി, ഇന്നെ എല്ലാവരും കളിയാക്കുള്ളൂ, ചേച്ചീൻ്റെ അവിടുന്ന് പാത്രമൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓട്ടാണ് ആ ഓടുന്നത് കേട്ടോ. അപ്പോൾ അടുക്കളയത്തെ പാത്രം കഴുകലും ഒഴിക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉരുളിയും ബിരിയാണി ചെമ്പൊക്കെ അമ്മ വേഗം ഒന്ന് വെറുതെ അങ്ങോട്ട് കഴുകിയെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു പണിയാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിട്ട് നല്ലോണം തേച്ച് കഴുകിക്കൊണ്ട് ആ വണ്ടീൻ്റെ ഡിക്കിക്കാണ്ട് വെച്ചാൽ മതിയല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾ അതിമ്മ പണിയെടുക്കണ്ട പറഞ്ഞിട്ട് അത് അമ്മ പതുക്കെ കരിയൊന്ന് കളഞ്ഞിട്ട് വണ്ടിക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമില്ലല്ലോ, ആവശ്യമുള്ള സമയത്ത് കൊണ്ടുവന്നാൽ മതിയല്ലോ. അമ്മേൻ്റെ പാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ നല്ലോണം നിറം വെപ്പിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പോണേൻ്റെ ഇടയ്ക്ക് അനിയനും നന്ദുമായിട്ട് നല്ലോണം ഒന്ന് തെറ്റിയിട്ടുണ്ട്. ഒരു രണ്ടാളും തല്ലുകൂടി കളിച്ചിട്ട് എന്തോ ഒന്ന് വേദനിപ്പിച്ചിട്ടുണ്ടോ, അപ്പോൾ അത് പറ്റിയിട്ടില്ല. അങ്ങനെ പോവാൻ സമയത്ത് മാമയും കുട്ടിയും കൂടിയും തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കനാണ് കാണുന്നത്. അപ്പോൾ ആദ്യ ചേച്ചീനോട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓനാണെങ്കിൽ ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടാളൊരു കണ്ടത്ത് ചേരൂല, എപ്പോഴും വികൃതി കാട്ടിയോണ്ടാണ്. കുറേ ഇങ്ങോട്ട് സ്നേഹിക്കും, പിന്നെ കുറേ ഇങ്ങോട്ട് വികൃതി കാട്ടും, അങ്ങനെയാണ്. ചെറിയ അനിയനെ അകത്തുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടേ പോണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓൻ അവിടെ അകത്ത് കിടക്കണുണ്ട്. ഇവരെല്ലാവരും പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുക്കും തന്നെ ഫുഡൊക്കെ കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും അനിയനും മിന്നും ഓലൊക്കെ പോവാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ അമ്മ വന്നപ്പോൾ പാത്രങ്ങളൊക്കെ കൊണ്ടാണ് വന്നിരുന്നത്. അതേപോലെ തന്നെ പാത്രങ്ങൾ കൊണ്ടുപോവാണ് കേട്ടോ. അമ്മമാർ വന്നു പോകുമ്പോൾ സത്യത്തിൽ ഒരു സങ്കടം തന്നെയല്ലേ. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം വന്നതാണ് എൻ്റെ അമ്മ. എല്ലാ പണികളും എടുത്ത് എല്ലാക്കി വൃത്തിയാക്കി തന്നിട്ടാണ് തിരിച്ചു പോണത് കേട്ടോ.
അപ്പം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞതാ ഇറങ്ങിയിട്ടുണ്ട്. രാത്രി യാത്ര പറയാൻ പാടില്ല എന്നൊക്കെ പറയും, എന്നാലും യാത്ര പറയാതെ ഇറങ്ങാൻ പറ്റൂലല്ലോ. അങ്ങനെ ഓരിറങ്ങിയിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം തോന്നണേ. അപ്പം ഇതാക്കണേ ഓരൊക്കെ പോണത് കണ്ടിട്ട് നമ്മളെ ലക്കി കൂടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഓടുകയാണ് കേട്ടോ. വലിയ അനിയനെ ഭയങ്കര കാര്യമാണ് ലക്കിക്ക് കേട്ടോ. ഓന് നല്ലോണം അതിനോട് എന്തെങ്കിലും വർത്താനം പറയും. അതേപോലെ ഓൻ വരുമ്പോൾ എപ്പോഴെങ്കിലും ബിസ്ക്കറ്റൊക്കെ കൊണ്ടു കൊടുക്കും. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ ലക്കിക്കും ഇന്ന് നല്ല ഫുഡൊക്കെ കൊടുത്തിട്ടോ. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ഓക്ക് ചിക്കൻ എന്നും കൊടുക്കണേ തന്നെയാണ്. ഇന്ന് കുറച്ച് ബിരിയാണി കണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികമൊന്നും കൊടുത്തിട്ടില്ല. ലക്കീൻ്റെ അസുഖമൊക്കെ മാറി ഇപ്പോൾ ഒന്ന് ശരിയായി വരുന്നുള്ളല്ലോ. അപ്പോൾ കുറച്ച് നേരം ലക്കീനെയൊക്കെ അവൻ കളിപ്പിച്ച് നിന്നു. എന്നിട്ടാണ് അകത്തേക്ക് കയറിയത് കേട്ടോ. അകത്ത് ഏതായാലും നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഒരു കൊണ്ടുവന്നിട്ടുള്ള കറുത്തേന്ന് 3 ഞാൻ എടുത്ത് വെച്ചിട്ടോ. ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് പഴുക്കാൻ വേണ്ടിയിട്ട്, 2 ഇവിടെയും വെച്ചു. പിന്നെ എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള ബേക്കറിയും മിഠായിയും അതുപോലെ മുന്തിരി, ഓറഞ്ചും പൈനാപ്പിളും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിങ്ങൊക്കെ രാവിലെ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ സൽക്കാരത്തിൻ്റെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലെ സൽക്കാര വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കാത്തിരിക്കുന്ന ഒരു വീഡിയോ അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്